എന്തെങ്കിലും ഒരു പദവിയിലിരിക്കുന്ന ആളാണോ നീ? അത് നീ ആദ്യം പറ. നാട്ടിൽ മുനിസിപ്പാലിറ്റിയിൽ സ്ലീപ്പർമാരുണ്ട്, ഒരുപാട് ഏട്ടന്മാർ ചേച്ചിമാരും നമ്മൾ പോകുമ്പോൾ ഒക്കെ റോഡിൽ കാണാറുണ്ട്. അവരെയൊക്കെ നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കുന്നത്. കാരണം അവർ ചെയ്യുന്നത് എന്താണെന്നറിയോ? നമ്മുടെ നാടിനെ വൃത്തിയാക്കിക്കൊണ്ട് നമ്മളെ നാട് ശുദ്ധീകരിക്കുകയായിരുന്നു. അതായത് ഒരു മനുഷ്യൻ്റെ പൂർണ്ണ ആരോഗ്യം, തെരുവുകളൊക്കെ വൃത്തിയാക്കുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ അവരെ വരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, അവരെ പോലുള്ള ആൾക്കാർ. അല്ലെങ്കിൽ മറ്റ് പല ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഈ കൊണയടിക്കുന്ന ആൾക്കാർ, ഇവനെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും ഉപകാരം നമ്മുടെ നാടിന് ചെയ്യുന്നുണ്ടോ? പിന്നെ എന്തിനാണ് അത് ഇങ്ങനെ പിടിച്ച് പോകുന്ന അവരുടെ പിന്നാലെ ക്യാമറയും തൂക്കിയിട്ട്? എന്ത് പുണ്ണാക്കിനാ ഇതുപോലെ ക്യാമറയും തൂക്കിയിട്ട് പോകുന്നു നീയൊക്കെ? അത് നീ ആദ്യം പറ. നിർത്തിപ്പോടാ, നിന്റെ പട്ടി ഷോ കാണാനല്ല ഇവിടെ വ്യൂവേഴ്സ് ഇരിക്കുന്നത്. നിർത്തിപ്പോ, നീ നിനക്ക് പറ്റിയ പണിയതാ. ഇതുപോലുള്ള സെല്ലി വീഡിയോ ചെയ്യാതെ പോയി അവിടെ വീട്ടിൽ പോയി അവിടെ കല്യാണം നടക്കുന്ന കല്യാണ മണ്ഡപത്തിൽ പോയി ഉള്ളി എറിയടാ. വിട്ട് കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിട്ട് കളയണം നീ. നമസ്കാരം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഈ വ്യക്തിയെ അറിയാം. 2020 ഒരു കാലഘട്ടം, അതായത് ടിക്ടോക്ക് ഉള്ള ഒരു സമയം. ടിക്ടോക്ക് ബാൻ ചെയ്യുന്നതിന് മുന്നേ ടിക്ടോക്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഭയങ്കരം അവർ തന്നെ സ്വന്തമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ചില ആൾക്കാരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് അടിച്ച് ഷേപ്പ് മാറ്റാൻ തോന്നും. ആ തരത്തിലുള്ള വീഡിയോസാണ് കുറേ ആൾക്കാരുടെ. അതായത് കരച്ചിലാണെങ്കിൽ വെറും കരച്ചിൽ തന്നെയുള്ള കാര്യങ്ങളായിരിക്കും. അതായത് വെറും ഫീൽ അടിക്കുക. ഇവർ വിചാരിക്കുന്നത് ഇതിലൂടെ വേറെ എന്തെങ്കിലും നേടാന്നുള്ള കാര്യമാണ്. ഇപ്പം ഏത് പ്ലാറ്റ്ഫോമിലും നല്ല ആൾക്കാരുണ്ട് കേട്ടോ. അവരെ നമ്മൾ ഈ വിഷയത്തിൽ നിന്നും ഒഴിവാക്കി വിട്ടിരിക്കുന്നു, അതാദ്യം തന്നെ പറയുന്നു. അപ്പം കരച്ചലോലികളുടെ വീഡിയോ ഉണ്ട്, കുറേ കരച്ചലോലികൾ. പിന്നെന്ന് പറഞ്ഞാൽ ഒരു സെയിം കണ്ടന്റ് തന്നെ അതേപടി തന്നെ പിടിച്ചുകൊണ്ട് പോകുന്ന വെറുപ്പീര് ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ ആൾക്കാരെ വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്ത ഒരാളാണ് കേട്ടോ അർജുൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ റോസ്റ്റിങ്ങോട് കൂടിയാണ് സത്യം പറഞ്ഞാൽ ടിക്ടോക്ക് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടൻസുകാർ ഒഴിവായി ബാക്കിയുള്ള വ്യൂവേഴ്സ് രക്ഷപ്പെട്ടത് അങ്ങനെയാണ്. കാരണം വ്യൂവേഴ്സ് കാണുന്നത് അവരെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു കണ്ടന്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് തുറന്നു കഴിഞ്ഞാൽ എന്താണ് കാണാൻ പറ്റുന്നത്? കരച്ചൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഫീൽ അടിച്ച്. ഇപ്പം ഈ കഴിഞ്ഞ ഇവൻ അധികം ട്രോള് കിട്ടിയൊരു പയ്യനുണ്ട്. ആ പയ്യൻ്റെ പേരെന്തോണ്ട് ഞാൻ മറന്നുപോയി, വാവയോ അങ്ങനെ എന്തോ പറ്റാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതൊരു ഹാർട്ട് ബീറ്റ് ഇട്ടൊരു പ്രശ്നത്തിന് ഇതുപോലൊരു പ്രശ്നം പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആ വീഡിയോസിൽ ഒരു പെൺകുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഇട്ട് കൊടുത്തതിന് അതിന് ആ പെൺകുട്ടിയുടെ ചേട്ടൻ ചോദ്യം ചെയ്തപ്പോൾ ഇവൻ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഈ ടിക്ടോക്കിൽ വന്ന് കരയാന്ന് ഇവൻ വീഡിയോ ഇട്ടിട്ട്. അതായത് ഇവൻ്റെ കരച്ചിൽ കാണാനാണ് മറ്റുള്ള ആൾക്കാർ. തമ്മാടിത്തരം ചെയ്തു വെച്ചതും പോരാ, എന്നിട്ട് ടിക്ടോക്കിൽ വന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ വിചാരം രക്ഷപ്പെട്ടു എന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ കുറേ ആൾക്കാരുടെ വീഡിയോസ് എന്താ പറയുക നിർത്തിപ്പോകാൻ കാരണം ഈ ഒരു വ്യക്തിയാണ്, അർജുൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. കാരണം ഇവൻ്റെ റോസ്റ്റിംഗ് തന്നെയാണ്. എന്ന് വെച്ചാൽ അവരെ വലിയ രീതിക്ക് ബാധിക്കുന്ന റോസ്റ്റിംഗ് ഒന്നുമല്ല, അവർ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യം കൂടെ പറ്റിയിട്ടുണ്ട് ഇവന്. അപ്പം എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ ഇപ്പം ഈ അടുത്ത് ഇവൻ്റെ ഒരു റോസ്റ്റിംഗ് ഞാൻ കണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ ഇപ്പം ഹെലനോസ് പാട്ട ആ വീഡിയോ അതെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇപ്പം ഈ ഹെലനോസ് പാട്ട എന്ന് പറയുന്ന ഒരു കുട്ടിയായിട്ട് ധന്യ എസ് രാജേഷോ അങ്ങനെ എന്തോട്ടാണ് അതിൻ്റെ പേര്. ഇപ്പം ഇതിനൊക്കെ ആരാണ് ഇത്ര ലൈസൻസ് കൊടുത്തതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം വിളിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ തിരിച്ചെന്തെങ്കിലും ഒരു സംഭവം ആയിട്ടൊക്കെ ആയിരിക്കും. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പറയുന്ന തെറികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചീത്ത വിളികളാണ്. അതായത് ഇപ്പോൾ കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ചെറിയ കുട്ടികളുടെ കയ്യിൽ നിങ്ങൾ ഫോൺ കൊടുക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെന്നുള്ള കാര്യം. കാരണം അവർക്കൊന്നും ഒന്നും നോക്കാനൊന്നുമില്ല. അവരെന്ത് വായിൽ തോന്നി എന്ത് സംഭവം അവർ സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക തൊലിക്കട്ടിയുള്ള ആൾക്കാരാണ്. അവരുടെ തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെയൊന്നുമല്ല. ആനയുടെ തൊലിക്കട്ടീനേക്കാളും മേലെ വരും. ചിലപ്പോൾ ആനക്ക് പോലും ഇത്രയും തൊലിക്കട്ടി ഉണ്ടാവില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട്, ഇപ്പം ജാസി എന്ന് പറയുന്ന ഒരുത്തൻ അവൻ്റെ വീഡിയോ കണ്ട്. അപ്പോൾ അവനും ഇവരും തമ്മിൽ ഒരു പ്രശ്നമാണ്. അവരുടെ എന്തോ ഒരു സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു വിഷയം പറഞ്ഞിട്ടാണ് ഇവിടെ തർക്കം. ഞാൻ അതിനെപ്പറ്റിയൊന്നും സംസാരിക്കുന്നില്ല. അതൊക്കെ പറയാൻ നിന്നാൽ എന്താ പറയുക കൊള്ളൂല. അപ്പം ഇതിൻ്റെ അകത്ത് ആ പെൺകുട്ടി ചെയ്യുന്നത് ഒരു കാറിൻ്റെ അകത്ത് കയറിയിരുന്ന് വീഡിയോ ഓണാക്കി ശേഷം പിന്നെ എന്താ പറയുക നാവിൽ സരസ്വതി വിളയാടുന്ന ഒരു കുട്ടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള വാക്കുകളാണ് പുറത്ത് പറയുന്നത്. കാരണം ഇതൊരു സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള. അപ്പം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ കാണുന്ന വ്യൂവേഴ്സ് മൊത്തം പൊട്ടന്മാരാണോ? നിങ്ങൾ മണ്ടന്മാരാണോ? നിങ്ങൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചാനലുകൾ നിങ്ങൾ റിപ്പോർട്ട് അടിച്ച് നിങ്ങൾ കളയുന്നില്ല? എന്തുകൊണ്ടാണ് നിങ്ങൾ റിപ്പോർട്ട് അടിക്കാത്തത്? അതൊരു പെൺകുട്ടി ആയതുകൊണ്ട് അവൾ ചെയ്തോട്ടെ കുഴപ്പമില്ല എന്നുള്ള കാര്യമാണോ? ഇത്തരത്തിലുള്ള ചാനലുകൾ നിങ്ങൾ ആദ്യം റിപ്പോർട്ട് അടിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. കാരണം അത്തരത്തിലുള്ള വീഡിയോസെങ്കിലും നിങ്ങൾ റിപ്പോർട്ട് അടിച്ചത് ഇല്ലാതാക്കണം. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ പറയാം, ഇപ്പം ചെറിയ കുട്ടികൾ പോലും മൊബൈലിലാണ്. പണ്ടത്തെ കാലമൊന്നും പോലെയൊന്നും അല്ല. പണ്ടിപ്പം നമ്മളിപ്പം അതായത് 1999 ജനിച്ച നമ്മളുടെ ഒന്നും അവസ്ഥയൊന്നും അല്ല ഇപ്പോഴും. കാരണം എന്താണ്,
പണ്ടെല്ലാം നമുക്കിപ്പം വീട്ടിൽ നിന്ന് ഇപ്പം അച്ഛനമ്മമാർ ചോറ് വാരി തരുമ്പോൾ നമ്മളെയൊക്കെ പുറത്തുനിന്ന് മാണ്ടൂച്ചി പിടിക്കും, അല്ലെങ്കിൽ പുറത്ത് മാണ്ടൂച്ചി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചോറ് വാരി തരിക. കാരണം പേടിപ്പിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ പുറത്ത് വല്ല ഏതെങ്കിലും ഏട്ടന്മാരുടെ പേര് പറയും, ചിലപ്പോൾ ഒരു പാവത്താനായിരിക്കും, പുറത്തുള്ള റിപ്പർ ചന്ദ്രനോ അല്ലെങ്കിൽ മറ്റേ സതീഷ് ചേട്ടൻ പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ പേടിപ്പിക്കുക, അല്ലെങ്കിൽ ഗുണ്ട വരുന്നൊക്കെ. ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണ്, വീഡിയോ ഓണാക്കും, മൊബൈലിൽ വീഡിയോ ഓണാക്കിയിട്ട് അവിടെ വെച്ച് കൊടുക്കും. പിന്നെ ചോറ് എങ്ങോട്ട് പോകുന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇപ്പോൾ അണ്ണാക്കിലോട്ട് പോകും. ഈ മൊബൈൽ കൊടുത്താൽ എന്തും അണ്ണാക്കിലോട്ട് പോകും. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന അമ്മമാരും അച്ഛനമ്മമാരും ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ. കാരണം അവർ നിങ്ങളില്ലാത്ത സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് നോക്കുന്ന സമയത്ത് ഇവരെ പോലുള്ള ആൾക്കാർ ചെയ്യുന്ന വീഡിയോസാണ് അവർ കാണുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ചുള്ളതും ഇവരെ പോലുള്ള ആൾക്കാർ ചെയ്യുന്ന വീഡിയോസിനാണ്. നിങ്ങൾ നോക്കിക്കോ, മാന്യമായിട്ടുള്ള കണ്ടന്റ്സ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇവരെക്കാളും താഴെയാണ് സ്ഥാനം. ഇവരെ പോലുള്ള ആൾക്കാർക്കാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് വീഡിയോ. അങ്ങോട്ട് കൊല പോലെ അങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇവരെ പോലുള്ള ആൾക്കാരുടെ വീഡിയോസാണ്. മനസ്സിലായ? ഇതിനായിട്ട് ഇങ്ങനെ ക്യാമറയും പിടിച്ച് കുറേ എണ്ണമുണ്ട് ഇവരുടെ പിന്നാലെ പോകാൻ. അവിടെ ഇവരൊന്നും സെലിബ്രിറ്റികളല്ല നിങ്ങൾ ചിന്തിച്ച പോലെ. എന്താണ് സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ? എന്ത് ചെയ്തിട്ടും കുറച്ച് വ്യൂസ് ഉള്ള ആൾക്കാരെയാണോ നിങ്ങൾ സെലിബ്രിറ്റി എന്ന് വിചാരിക്കുന്നത്? ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ഇപ്പോൾ ഈ നാട്ടിലുള്ള നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരെ ഇൻ്റർവ്യൂ എടുക്കാൻ പോലും ഒരാളും ഇല്ല, ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല. ഇവരെ പോലെ എന്തെങ്കിലും ചെറിയ, അതായത് പച്ചക്ക് തെറി, ജനങ്ങളെ പച്ചക്ക് തെറി വിളിച്ചുകൊണ്ട് റീച്ചായ ആൾക്കാരുടെ പിന്നാലെ ഇതാ ഇങ്ങനെ കൊല പിടിച്ച് ഇങ്ങനെ പോവുകയാണ് ക്യാമറാമാൻമാർ. എടാ, നിന്നെയൊക്കെയാണ് ആദ്യം അടിക്കേണ്ടത്. നിനക്കൊക്കെ കിട്ടേണ്ടതല്ല, അവർക്കല്ല. നിനക്കൊക്കെയാണ് ആദ്യം തല്ല് കിട്ടേണ്ടത്. നീയൊക്കെ എന്തും വിചാരിച്ചിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നത്? അവിടെ ആര് വന്നിറങ്ങിയെന്നതാണ് നിൻ്റെയൊക്കെ ധാരണ. ഇപ്പം എന്ത് തെമ്മാടിത്തരം ചെയ്തു വെച്ചത് അവൻ്റെ പിന്നാലെയും ക്യാമറ എടുത്തുകൊണ്ട് പോക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാഡ് സംഭവം ചെയ്തു, ഒരു അടിപൊളി, ഒരാളെ തലയടിച്ച് പൊട്ടിച്ചു, കാരണം അങ്ങനെയൊക്കെ ആയി പോലീസ് അറസ്റ്റ് ചെയ്ത് കേസായി ജയിലിലോട്ട് അടച്ച് തിരിച്ചവൻ റിലീസ് ചെയ്യുമ്പോൾ അവൻ്റെ പിന്നാലെയും ഇതാ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇറങ്ങും. ഇങ്ങനെ ഇത് ക്യാമറയാ. എന്തിനാടാ ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ വ്യൂവേഴ്സാണ് പൊട്ടന്മാർ. നിങ്ങൾ വ്യൂവേഴ്സ് തന്നെയാണ് പൊട്ടന്മാർ. ഈ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്, സമൂഹത്തിലുള്ള ആൾക്കാർ തന്നെയാണ് മണ്ടന്മാർ. ഇവനെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇവരെ പോലുള്ള ആൾക്കാരാ ബൂസ്റ്റ് ചെയ്ത് അങ്ങ് എത്തിക്കുന്ന ആൾക്കാർ നിങ്ങളാണ്. നിങ്ങൾക്ക് അത്യാവശ്യം ബോധമില്ലേ? ഇപ്പോൾ ഫാമിലി പരമായിട്ട് ഞാൻ ചോദിക്കുന്നു, ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോസ് അല്ലെങ്കിൽ ഒരു ഫോൺ, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സംഭവങ്ങൾ നിങ്ങൾക്ക് കുട്ടികളായിരുന്ന് കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഒരിക്കലും. ഞാൻ പറയും, കാരണം ഇത്തരത്തിലുള്ള ആൾക്കാർ, എനിക്ക് എൻ്റെ വീഡിയോസ് വിശ്വാസമുണ്ട്. എൻ്റെ വീഡിയോസ് ഏത് കുട്ടിക്കും അല്ലെങ്കിൽ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു പേടിയില്ലാതെ കാണാൻ പറ്റും എൻ്റെ വീഡിയോസ്. കാരണം അത്തരത്തിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് വീട്ടിലൊക്കെ ആൾക്കാരുണ്ട്, നമ്മൾ അതാലോചിച്ചിട്ട് നമ്മൾ ചെയ്യാറുള്ളൂ. ഈ പറയുന്ന വ്യക്തികളുടെ വീഡിയോസ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോ? ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ അർജുൻ എന്ന് പറയുന്ന റോസ്റ്ററെ ഞാൻ ഉൾപ്പെടുത്തി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അർജുൻ്റെ റോസ്റ്റിംഗ് വന്നതിന് ശേഷമാണ് ഇതിന് കുറച്ചെങ്കിലും ഒരു എന്താ പറയുക, ഒരു ശമനം വന്നത്. കാരണം അവൻ റോസ്റ്റ് ചെയ്യുന്നതോടുകൂടി ഇവർക്കും മനസ്സിലായി നമ്മൾ ട്രോൾ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം ഒരു മാറ്റം വന്നിട്ടുണ്ട്. കാരണം അവർക്കെതിരെയും വീഡിയോ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. കാരണം സാധാരണ ഈ ഒരു വീഡിയോ വരുമ്പോൾ ഈ ഒരു ചീത്ത വിളിക്കുന്ന തരത്തിലുള്ള വീഡിയോസ്, അപ്പോൾ കുറേ ആൾക്കാർ പേടിച്ചിരിക്കലാണ്. കാരണം അവർക്കും ചീത്ത വിളി കൊള്ളുമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഇവരെ പോലുള്ള ആൾക്കാരെയും റോസ്റ്റ് ചെയ്യാൻ കാണിച്ച അർജുൻ്റെ ധൈര്യത്തിന് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റും. കാരണം അവൻ്റെ വീഡിയോ വന്നതിന് ശേഷം കുറച്ചടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവർക്കൊരു പേടിയുണ്ട് സ്വന്തമായിട്ട്. കാരണം ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തുകയും അവരിതിനെ റിയാക്ട് ചെയ്ത് തുടങ്ങുകയും ചെയ്തു. അപ്പോൾ നിങ്ങളാദ്യം മനസ്സിലാക്കേണ്ടത് ഇവരെ പോലുള്ള, ഇപ്പോൾ ഈ ജാസി എന്ന് പറഞ്ഞവൻ തിരിച്ച് ഇതിൻ്റെ അകത്ത് പല ചീത്ത വിളിയും പറയുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതുപോലുള്ള ആൾക്കാരെ ബൂസ്റ്റ് ചെയ്യരുത്. സെലിബ്രിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് തെമ്മാടിത്തരം ചെയ്തിട്ടും കുറച്ച് വ്യൂസ് ഉള്ളവനെ അല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്ത് തെമ്മാടിത്തരം ചെയ്തിട്ടും കുറച്ച് വ്യൂസ് നേടുന്നവനെ സെലിബ്രിറ്റി ആക്കാൻ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നാളെ നമ്മുടെ ഈ ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ നമ്മളെ ജനിച്ചു വരുന്ന യുവ കുട്ടികളുടെ അവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല ഇനി എങ്ങനെയാണെന്നുള്ള കാര്യം. അത് മുഖാന്തരമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. പണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, പണ്ടത്തെ ഒന്നും ആൾക്കാരൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. ഇപ്പം ചെറിയ കുട്ടികൾ ചെയ്തു വെക്കുന്ന പല പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പല കുറ്റകൃത്യങ്ങളും ഇന്നിപ്പോൾ ചെറിയ കുട്ടികളുടെ പേരിലാവുള്ളൂ. പല ക്രിമിനൽ കേസുകളും ഇന്നിപ്പോൾ ചെറിയ കുട്ടികളുടെ പേരിലാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. അപ്പം ഇവരെ പോലുള്ള ആൾക്കാർ ഇപ്പോൾ ഈ ഹെലനോസ് പാർട്ടയൊക്കെ വിളിച്ച് പറയുന്ന ചീത്ത വിളി നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് അടിച്ചാൽ ചാനൽ പൂട്ടാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? അല്ലെങ്കിൽ നിങ്ങൾ തെറി കേൾക്കാനാണോ നിങ്ങൾ പൈസയും കൊടുത്ത് നെറ്റ് റീചാർജ് ചെയ്യുന്നത്? അതോ നിങ്ങൾ പൈസയും കൊടുത്ത് നിങ്ങൾ നെറ്റ് റീചാർജ് ചെയ്ത് നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണുന്നു? ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോക്കൊക്കെ മില്യണാണ് വ്യൂ, ലൈക്ക് 1 ലക്ഷം ലൈക്ക്, 2 ലക്ഷം ലൈക്ക്. എന്താണ് അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് നിങ്ങൾ പറ. അപ്പം നിങ്ങൾക്കും ഇഷ്ടം എന്താണ്? ഈ കത്തിക്കൽ കാണാനാണ്. അതാണ് സംഭവം. നിങ്ങൾ ഈ കത്തിക്കൽ ഇഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ആൾക്കാരുമായിട്ട് പരസ്പരം നിങ്ങൾ കത്തിക്കാൻ ഇടയാക്കുമ്പോൾ
നിങ്ങളുടെ ഫാമിലീസിലുള്ള കുട്ടികളും ഈ ഒരു സംഭവം കണ്ട് വളരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് അല്ലാതെയും ജനങ്ങളെ ഇതുപോലുള്ള തെറ്റായ രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ അനാവശ്യമായിട്ടുള്ള ചീത്ത പ്രയോഗങ്ങൾ കുട്ടികൾ കേട്ടേലാവാനും അവരവരുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സുമായി ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈ പദപ്രയോഗങ്ങളൊക്കെ പറഞ്ഞേലാവും ചെയ്യും. അതെന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ വേറെ ഏതെങ്കിലും ഒരു മുതിർന്ന ആൾക്കാർ അവരോട് എന്തെങ്കിലും ഒരു ശാസിക്കാനോ എന്തെങ്കിലും ഇടയായാൽ ചിലപ്പോൾ ഇതുപോലെ അവർ പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇവരെ പോലുള്ള ആൾക്കാരുടെ വീഡിയോസ് ആദ്യം ബാൻ ചെയ്യണം നിങ്ങൾ. അതിനുള്ള നടപടിയായിരിക്കണം നിങ്ങൾ എടുക്കൽ. കാരണം ഇതിൻ്റെ അകത്തുള്ള വ്യൂസാണ് നമുക്കിപ്പം ഏറ്റവും വലിയ വില്ലെന്ന് പറഞ്ഞാൽ. കാരണം ഇങ്ങനെ തെറി വിളിച്ച വീഡിയോസിനും മില്യൺ കണക്കിനാണ് വ്യൂസ്. ഇതിൻ്റെ അകത്ത് എന്ത് കണ്ടന്റാണ് നിങ്ങളുള്ളത്? അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് കുട്ടികൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് സമൂഹത്തിന് ഉപകാരപ്പെടുന്ന എന്ത് ഈ സംഭവമാണ് ഇതിൻ്റെ അകത്തുള്ളത്, ഇൻഫർമേഷനാണ് ഇതിൻ്റെ അകത്തുള്ളത്? ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ. ഇപ്പോൾ ഈ ഷാജഹാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് മുന്നേ. പച്ചക്ക് തെറി വിളിക്കുന്ന വീഡിയോസാണ്. പച്ചക്ക് തെറി എന്ന് പറഞ്ഞാൽ പച്ചത്തെറിയുള്ള വീഡിയോസ്. പച്ചത്തെറി എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പം ഒരു മനുഷ്യൻ എപ്പോഴും ശാന്ത സ്വഭാവക്കാരനൊന്നും ആയിരിക്കില്ല. ഞാൻ പറയാം, ഞാനടക്കമുള്ള ആൾക്കാർ റിയാക്ട് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെടാറുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഒരു മനുഷ്യനും എപ്പോഴും ഒരു ശാന്ത സ്വഭാവക്കാരനായി ഇരിക്കാൻ പറ്റൂല. ഒരിക്കൽ ഓക്കെ, 2 തവണ ഓക്കെ, 3 തവണ ഓക്കെ. ഇതിങ്ങനെ തുടരെ സോഷ്യൽ മീഡിയയിൽ ചീത്ത വിളിക്കാനായിട്ട് മാത്രം ഒരു ചാനൽ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 1-2 വട്ടം റിയാക്ട് ചെയ്യുന്നത് ഓക്കെ, ഒരു തെറ്റ് കണ്ടാൽ നമ്മൾ അതിനെ പ്രതിഷേധിക്കുന്നത് കൊണ്ടോ പല ആൾക്കാരും പീ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഞാനടക്കമുള്ള ആൾക്കാരൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഒരു വീഡിയോസിലോ നിങ്ങൾ 2 വീഡിയോസിലോ 3 വീഡിയോസിലോ ഒതുങ്ങുമെങ്കിൽ ഇവിടെ ഓക്കെ. പക്ഷേ മറ്റുള്ള ആൾക്കാരെ തെളി വിളിക്കാനോ അല്ലെങ്കിൽ ഈ ചീത്ത കണ്ടന്റ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഒരു ചാനൽ തുടങ്ങുന്ന ആൾക്കാരെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണം. കാരണം നിങ്ങളാണ് വിജയിപ്പിക്കുന്നത്, നിങ്ങൾ പ്രേക്ഷകരാണ് വിജയിപ്പിക്കുന്നത്. പ്രേക്ഷകരാണ്. കാരണം പ്രേക്ഷകർ കാണാൻ തയ്യാറല്ല അല്ലെങ്കിൽ പ്രേക്ഷകർ ഇതിനെ റിപ്പോർട്ട് അടിക്കാൻ തയ്യാറാണെങ്കിൽ ഇവരൊന്നും ഇതിൻ്റെ 7 അകലത്ത് പോലും വരില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതാണ് ഞാൻ ഈ അർജുൻ്റെ വീഡിയോസ് അർജുൻ്റെ കാര്യം ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയത്. കാരണം അർജു റോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് കുറേ ആൾക്കാർക്ക് അത് മുഖാന്തരം ഒരു പേടിയുണ്ട്. കാരണം ഞാൻ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ റോസ്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇതുവരെ അവർക്കൊരു ധാരണയില്ല. കാരണം അവർ വിചാരിക്കുന്നത് ഇതുവരെ വലിയ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്കെതിരെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. കുറച്ച് ആൾക്കാർ കമൻറ്റിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു. പിന്നെ ഒരു ലേഡി ആയതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ കൂടുതലും ഇല്ല പ്രശ്നങ്ങൾ. അപ്പോൾ ഈ അർജുൻ്റെ വീഡിയോസിലൂടെ എന്താ സംഭവിക്കുന്നത്? അവർക്കും ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്. കാരണം എന്താണ്, നമ്മൾ പറയുന്നതിന് ചോദ്യം വരുന്നുണ്ട് അല്ലെങ്കിൽ നോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അർജുൻ്റെ റോസ്റ്റിംഗ് കാണുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത്? കൂടുതൽ റിയാക്ട് ചെയ്യുന്നുണ്ട് ഈ വീഡിയോസുമായിട്ട്. അപ്പോൾ അതിലൂടെ ഇവർക്ക് പ്രശ്നമുണ്ട് ചെറിയ രീതിക്ക്. അപ്പം ഇത്തരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ റോസ്റ്റ് ചെയ്യുന്നതിന് ഇവൻ്റെ വീഡിയോ നല്ല രീതിക്ക് സഹായിക്കുന്നുണ്ട്. ജനങ്ങളെ നല്ല രീതിക്ക്, അതായത് ജനങ്ങൾക്ക് ആവശ്യമായത് ജനങ്ങളെ ഇവരെ പോലുള്ള ആൾക്കാരെ വീഡിയോസ് കണ്ട് തെറ്റായിട്ട് പോകുന്ന ജനങ്ങളെ ഇവനെ പോലുള്ള റോസ്റ്റർമാരെ കൊണ്ട് എന്താവുന്നുണ്ട്, നല്ല രീതിക്ക് പോകാൻ പറ്റുന്നുണ്ട്. കാരണം ഇവൻ്റെ വീഡിയോ വരുമ്പോൾ ഈ തെറി കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാർക്കും പേടിയുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു വിഷയത്തിൽ ഇവൻ്റെ വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്തിയത്. ഒരുപാട് എന്താ പറയുക, നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറപ്പ് തോന്നുന്ന രീതിയിലുള്ള ചീത്തയാണ് ആ ഒരു വീഡിയോസിൽ. ഒരു കാറും അതുപോലെ തന്നെ ആരും കേൾക്കില്ല എന്നുള്ള രീതിയിൽ ഡോറൊക്കെ അടച്ച് പിന്നെ എന്തും പറയാനുള്ള ലൈസൻസാണ്. പിന്നെ അതങ്ങോട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ തെറി കണ്ടന്റ് പറഞ്ഞ് ലക്ഷങ്ങൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് അവർ അപ്ലോഡ് ചെയ്യുന്നത്. എന്നിട്ടും ഇതിനെ ചോദിക്കാനോ പറയാനോ ഇവിടെ നിയമം പോലും ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇത്ര വലിയ ചീത്ത, അതായത് ഇവർക്ക് പരസ്പരം ഇവരൊരു പ്രശ്നമുണ്ട്. ഈ പറയുന്ന ജാസി അതുപോലെ തന്നെ ഹെലനോസ് പാട്ട ഇവർ 2 തമ്മിൽ പ്രശ്നമുണ്ട്. ഓക്കെ, പക്ഷേ ഇവരുടെ പ്രശ്നം തീർക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണോ ഇത്? ഇവരെ പോലുള്ള ആൾക്കാരാണ് ഈ പ്ലാറ്റ്ഫോമിനെ കളഞ്ഞു കുളിച്ചത്. അതാണ് ടിക്ടോക്കിൻ്റെ കാര്യം ഞാൻ ഉൾപ്പെടുത്തിയത്. കാരണം ടിക്ടോക്ക് എന്ന് പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോം നല്ല നല്ല ആൾക്കാരുണ്ട്. അതായത് പണ്ട് ചെറുപ്പകാലത്തിലൊന്നും അവർക്ക് പല സാഹചര്യം കൊണ്ട്, ഇപ്പം ചെറുപ്പത്തിൽ ചിലപ്പം പഠിക്കാൻ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറാൻ ഫീസ് അടക്കാൻ പറ്റാത്തത് കൊണ്ട് പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനോ പറ്റാത്ത ആൾക്കാരുണ്ട്, ആഗ്രഹം ഉള്ളിൽ വെച്ച് അടക്കിക്കൊണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ കഴിവ് തെളിയിക്കാൻ, അതായത് സാധാ വീട്ടിലെ ചെറിയ കുട്ടി മുതൽ തലതൊട്ട് അപ്പൂപ്പന്മാരും നമ്മുടെ അമ്മൂമ്മമാരും വരെ ടിക്ടോക്കിൽ നിറഞ്ഞാടിയ സമയമുണ്ട്. കാരണം അവരുടെ കഴിവ് പുറത്തു എത്തിക്കാം. പാട്ട് പാടുന്നു, അവർ നൃത്തം ചെയ്യുന്നു, അല്ലെങ്കിൽ അഭിനയിക്കുന്നു, അതൊക്കെ നല്ല കാര്യമാണ്. അപ്പം അവരെ പോലുള്ള ആൾക്കാരെ പിന്നോട്ട് വലിക്കുന്നത് എന്താണ്? ഇവരെ പോലുള്ള കണ്ടന്റുകാരാണ്. ഈ തെറി കണ്ടന്റുകാർ അല്ലെങ്കിൽ ഈ പൊട്ടത്തര കണ്ടന്റുകാർ. അപ്പോൾ ടിക്ടോക്ക് ഇതുപോലെ നല്ല രീതിക്ക് കൈകാര്യം ചെയ്യുന്ന ആരെയും അർജു റോസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു കാര്യം. നല്ല രീതിക്ക് പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല നല്ല കണ്ടന്റ് ഉണ്ട്. അതായത് അവരുടെ ജീവിതം എൻ്റർടൈൻ ചെയ്യും, അതോടൊപ്പം ജനങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റും ചെയ്യുന്ന ഒരാളെയും ഇവൻ റോസ്റ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താണ്, അതിൻ്റെ ആവശ്യമില്ല. അതാണ് നല്ല കണ്ടന്റ് എന്ന് അറിയാം.
ഈ അർജു റോസ്റ്റ് ചെയ്തത് ഭൂരിപക്ഷവും ഇതുപോലുള്ള തല്ലിപ്പൊളി ആയിട്ടുള്ള പരിപാടികൾ ജനങ്ങളിലോട്ട് ഫോർവേഡ് ചെയ്യുകയും സ്വയം ഞാനെന്തോ വലിയ ബുദ്ധിമാനാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ മാത്രമാണ്. ഇപ്പോൾ ഈ കരച്ചലോലിയിലെ ഞാൻ പറഞ്ഞു, എനിക്ക് ആ പയ്യൻ്റെ പേരൊന്നും അറിയില്ല. ഈ കരച്ചലോലി ഒതുങ്ങിയതും ഇവൻ്റെ റോസ്റ്റിങ്ങിലൂടെയാണ്. കാരണം അവൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ സത്യം പറയാം, ഏതൊരു വ്യക്തിക്കും ചെകിടപ്പൂട്ട് കുറിയൊന്ന് കൊടുക്കാൻ വേണ്ടി തോന്നും. നമുക്ക് ആരും കൈകാര്യം ചെയ്യാനുള്ള അധികാരമൊന്നുമില്ല, ഞാൻ സത്യം പറയാം. എന്നാലും പറയാം, ജനങ്ങൾക്ക് തോന്നും അങ്ങനെ ഒരു കാര്യം. അപ്പോൾ അവരെ പോലുള്ള കുറേ കൃമികടിയുള്ള ആൾക്കാർ ആ ഒരു സമയത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഈ അർജുൻ്റെ വീഡിയോയിൽ പലതിലുള്ള കമൻറ്റ്, അതായത് ഈ ടിക്ടോക്ക് നിന്നത് കൊണ്ടാണോ റോസ്റ്റിംഗ് നിന്നത്. പക്ഷേ ടിക്ടോക്ക് മാത്രമല്ല, ഇവൻ സീരിയലുകളെ പോലും റോസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് ഈ സീരിയൽ റോസ്റ്റിൽ ഞാൻ ഒരു വീഡിയോ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് സീരിയലിൽ ഒരു നടി, സീരിയൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ് സീരിയലിൻ്റെ അവസ്ഥ എന്നുള്ളത്, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സീരിയലിൽ ഒരു നടിയുടെ വീഡിയോ, അതായത് അഭിനയിക്കുന്ന ഒരു നടി ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് വെയിന് കട്ടായ ഒരു സീനിൽ ആ അഭിനയിക്കുന്ന ഒരു ലേഡിയോട് അവരുടെ കൂടെയുള്ളൊരു പയ്യൻ പറയാണ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ അപ്പോൾ ആ ലേഡി പറയുകയാണ് കുഴപ്പമില്ല ഭസ്മോട്ട് പിടിച്ചോളാം. അതായത് നിങ്ങൾ ആലോചിക്കണം, വെയിന് കട്ടായിരിക്കുക, അപ്പോൾ പറയുന്ന ഭസ്മോട്ട് പിടിച്ചോളാം. സാധാരണ നമ്മളെ കൈയൊക്കെ മുറിഞ്ഞാൽ ചിലപ്പോൾ തുണി വെച്ച് കെട്ടുക എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഭസ്മോട്ട് പിടിച്ചോളാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി തൊട്ട് എന്ത് ചെയ്യും, ഈ കാണുന്ന ആൾക്കാരും ഇതുപോലെ എന്തെങ്കിലും അപകടം പറ്റി അവിടെ ഭസ്മോട്ട് പിടിക്കാൻ തുടങ്ങും. അപ്പം ഭസ്മേനി ഇപ്പോൾ എവിടെയൊക്കെ ഇടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവരെയൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് അർജുൻ ട്രോൾ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു നല്ലൊരു സംഭവം തന്നെയാണ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. കാരണം അതാ ഞാൻ പറഞ്ഞത്, ജനങ്ങൾ തീരുമാനിക്കണം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടൻസ്. അതായത് നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ചിരിച്ചാലെങ്കിലും മതി. നമ്മൾ ചിരിക്കുക അല്ലെങ്കിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു കാര്യമാണ്. അതൊരിക്കലും പണം കൊടുത്ത് നമുക്ക് നേടാൻ പറ്റില്ല. അത്തരത്തിൽ നമ്മളെ ചിരിപ്പിക്കുകയും അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കോമഡി കണ്ടന്റുകാരുണ്ട്. അവരെയൊക്കെ നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കണം സത്യം പറഞ്ഞാൽ. അങ്ങനെയുള്ള ആൾക്കാർക്ക്, ഏട്ടന്മാർക്കും ചേച്ചിമാർക്കും അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാർക്കും അമ്മമാർക്കെല്ലാം നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കണം. കാരണം അങ്ങനെ ചിരിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊന്നും വീഡിയോസൊന്നും ഇതുപോലെ ആരും റോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താണ്, അതിൻ്റെ ആവശ്യമില്ല. അവർ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റാണ് കൊടുക്കുന്നത്. ഈ അർജു റോസ്റ്റ് ചെയ്തത് പലപ്പോഴും ഇതുപോലെ കത്തി നിൽക്കുന്ന ആൾക്കാരെയാണ്. അതായത് ഒരു ഉപകാരവും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്ന് കൊണയടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് ഇവൻ റോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിന് ഇതായാലും ഈ വ്യക്തിക്ക് അർജുനെ നമുക്ക് എക്കാലത്തും ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റും. ഇപ്പം അരി മേടിക്കാനാണ്, മറ്റേതാണ്, തേങ്ങയാണെന്നൊക്കെ കുറേ ആൾ പറയുന്നുണ്ട്. അതിപ്പം എല്ലാവരും അങ്ങനെ തന്നെയാണോ? അരി വാങ്ങാൻ തന്നെയാണ്, അല്ലാതെ പിന്നെ മോക്ഷപ്രാപ്തി നേടാനാണോ സോഷ്യൽ മീഡിയയിൽ വരുന്നത്? അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഏതായാലും ഇത്തരത്തിലുള്ള റോസ്റ്റർമാരെ കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു വീഡിയോ, ഈ ഒരു ജാസി വിഷയം ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. നിങ്ങൾക്കൊക്കെ വട്ടുണ്ടോ സത്യം പറഞ്ഞാൽ? ഇതുപോലുള്ള മണ്ടം. ഇനിയിപ്പോൾ കുറച്ച് കാലം മുമ്പ് പാണ്ടിക്കാടൻ കുഞ്ഞെന്ന് പറഞ്ഞ ഒരുത്തനേനും വേറെ. കാരണം ആ സിനിമാ നടൻ്റെ തോളത്ത് കൈയിട്ട്, സിദ്ദിഖ് സാറിൻ്റെ തോളത്ത് കൈയിട്ട് കൈ മാറ്റാൻ പറഞ്ഞതിന്. അതായത് ഇവനിപ്പോൾ ഉദ്ദേശിച്ചതായിട്ടകത്ത് എന്താണ്, ഇവൻ ഉദ്ദേശിക്കുന്നത് ഇവൻ്റെ നാട്ടിലുള്ള ഏതൊരു ഇവൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ ഇവൻ്റെ ഒരു കളിത്തോഴനെ പോലെ പോയി കൈയിട്ട്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. നമ്മളിപ്പം ഏതൊരു വ്യക്തിനെ ആയാലും അവരുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ അവരുടെ ശരീരത്ത് തൊടാൻ പാടില്ല. ആ ശരീരത്ത് തൊട്ടതിന് ആ നടൻ റിയാക്ട് ചെയ്തതിന് ഇവൻ ആ പ്രശ്നം വന്നപ്പോൾ, അതായത് ഈ ഒരു കുറച്ച് മുമ്പ് അവർ നടന്മാരുടെ ആ ഒരു പ്രശ്നം വന്നപ്പോൾ ഇവൻ അതിനെ റിയാക്ട് ചെയ്ത വീഡിയോ ഉണ്ട്. ഇവൻ ഓടി വരുന്നുണ്ട്, ഇങ്ങനെ മാണിക്കക്കല്ലുകളെ എന്നെല്ലാം വിളിച്ചിട്ട് ഇവൻ ഓടി വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു തിരുമണ്ടനാന്നുള്ള കാര്യം. മാണിക്കക്കല്ലുകളെ എന്ന് വിളിച്ച് ഓടി വന്നിട്ട് ഇവൻ ആ നടൻ്റെ കാര്യം വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെയാണ് പുറത്താക്കി, അമ്മയെന്ന് പുറത്താക്കി, ഇവിടെ പുറത്താക്കി, മറ്റേ പുറത്താക്കി. അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടന്മാരുടെ വീഡിയോസ് കുറേ എണ്ണമുണ്ട്. ഇപ്പം പിന്നെ ഷാജഹാൻ എന്ന് പറഞ്ഞ ഒരുത്തൻ, ഈ MR സെറ്റ് തൊപ്പി എന്ന് പറയുന്ന ആ പയ്യൻ്റെ വീഡിയോസ് എടുത്ത് പച്ചത്തെറിയാണ് ഇൻസ്റ്റാഗ്രാമിൽ വന്നത്. നിങ്ങളെന്നെ കണ്ടിട്ടുണ്ടാവും. തുടക്കത്തിൽ നല്ല രീതിക്ക് സംസാരിച്ച് പിന്നെ വരുന്നത് പച്ചത്തെറിയാണ്. അങ്ങനെ ഇങ്ങനെ പൂരപ്പാട്ട് കംപ്ലീറ്റ്. അതോടെ അവന് പണി കിട്ടിയിട്ടുണ്ട്. കാരണം വ്യൂവേഴ്സ് എപ്പോഴും മണ്ടന്മാരല്ല, അവന് കുറേ പണി കിട്ടിയിട്ടുണ്ട്. കാരണം മില്യൺ കണക്കിന് അവരുണ്ടായത് അവൻ്റെ ഇപ്പോൾ ഫോളോവേഴ്സൊക്കെ കുറഞ്ഞു ഒരുപാട് ആൾക്കാർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ കുറേ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ സത്യം പറഞ്ഞാൽ റോസ്റ്റർമാർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്നതിലൂടെ തന്നെയാണ് കുറേ ഭാഗം ഇവരൊക്കെ നിർത്തുന്നത് ഈ പരിപാടി. പക്ഷേ നിങ്ങൾ ജനങ്ങളും ഇതിന് മുന്നിട്ടിറങ്ങണം. റോസ്റ്റർമാർ മാത്രമല്ല, നിങ്ങൾ ജനങ്ങളും ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവനെ പോലുള്ള ആൾക്കാരുടെ കണ്ടൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ഈ നമ്മുടെ നാട് മൊത്തം രക്ഷപ്പെട്ടു. ഇത്തരത്തിൽ കുറേ ആൾക്കാരുണ്ട്, എന്താ പറയുക, എന്ത് കോമാളിത്തരം കാണിച്ചിട്ടും നമ്മൾ പിടിച്ച് കയറുന്നു പറയുന്ന ഒരുപാട് ചണ്ടികളുണ്ട്. സത്യം പറഞ്ഞ് ഇതിനെയൊക്കെ ചണ്ടീനെ വിളിക്കാൻ പറ്റും നമുക്ക്. ഈ പാണ്ടിക്കാടൻ കുഞ്ഞാണ് എക്സാമ്പിൾ. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് വേറൊരുത്തനുണ്ട്, ഏത് നല്ല പ്രവൃത്തി ചെയ്താലും അതിനെ റോസ്റ്റ് ചെയ്ത് വീട്ടിലോട്ട് അരി വാങ്ങുന്ന ഒരുത്തൻ. അതായത് സായി കൃഷ്ണ എന്ന് പറയുന്ന സീക്രട്ട് ഏജൻറ്റ് എന്ന് പറഞ്ഞ്, അതൊരു തിരുമണ്ടം വേറെ.
ഇത്തരത്തിലുള്ള മണ്ടന്മാർ കുറേ എണ്ണമുണ്ട്. പിന്നെ ഈ കരച്ചലോലി, എനിക്ക് ആ പയ്യൻ്റെ പേരറിയില്ല. അത് കഴിഞ്ഞാലാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ജാസി വിഷയം, അതുപോലെ തന്നെ ഹെലനോ സ്പാർട്ട വിഷയം. അവിടെ ഇവരൊക്കെ ആരാടാ സത്യം പറഞ്ഞാൽ? ആരാണ് ഇവരൊക്കെ സത്യം പറഞ്ഞാൽ? ആരാണ് ഇവർ? നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും ആണോ? നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവമാണോ ഇവർ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. കേവലം എന്തെങ്കിലും ഒരു ചെറിയ ജോലി, അല്ലെങ്കിൽ ഒരു ജോലിയുടെ ഒരു ആൾ ഏതെങ്കിലും ഒരു പദവിയിലിരിക്കുന്ന ആളാണോ? ഒന്നുമല്ല. ഇവരൊക്കെ ആരാണ്? തനി പച്ചരികൾ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ വായി അടിച്ച് പൈസ ഉണ്ടാക്കുന്ന പച്ചരികൾ, അതും തെറി പറഞ്ഞുകൊണ്ട്. തെറി പറയുമ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ ഫോർവേഡ് ആവുകയും അത് മുഖാന്തരം അവർക്ക് ഫണ്ടും കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ മലയാളത്തിൽ പറഞ്ഞാൽ നാട്ടുകാരുടെ തിന്ന് ജീവിക്കുന്ന ആൾക്കാർ എന്ന് പറയാം മലയാളത്തിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് നിങ്ങൾ അടിച്ച് ബൂസ്റ്റ് ചെയ്ത് കയറ്റുന്നത്. എവിടോട്ട്? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്, ഇങ്ങനെ പിടിച്ചോണ്ടാ പോകുന്നു ക്യാമറ, ഇങ്ങനെ കുനിച്ച് പിടിച്ചതാ അവർ പോകുമ്പോൾ. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഒന്നിക്കൽ ചിലപ്പോൾ മമ്മൂക്ക വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റു പല സെലിബ്രിറ്റികൾ, അത്തരത്തിലുള്ള സെലിബ്രിറ്റികളൊക്കെ വരുമ്പോൾ കുറേ ആൾക്കാർ ക്യാമറ പിടിച്ച് പോകാറുണ്ട്, സെൽഫിക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവരുടെ പിന്നാലെ നിങ്ങളിതാ ഇങ്ങനെ പിടിച്ച് പോകുന്നത് എന്തിനാണെന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് കമൻ്റ് ഇട്ടാൽ കൊള്ളായിരുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല പൊന്നു മക്കളെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പോകുന്നത്? ഇപ്പോൾ ഇത്തരത്തിൽ ചീത്ത വിളിക്കുന്ന കുറേ ആൾക്കാർ, ഇപ്പോൾ ഈ ജാസി എന്ന് പറഞ്ഞവരോ അല്ലെങ്കിൽ ഈ പറയുന്ന ഹെലനോ സ്പാർട്ട എന്ന് പറഞ്ഞവരെല്ലാം ഇറങ്ങി പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവിടെ നിന്നൊരു കാറിൽ ഇറങ്ങി പോകുന്ന സമയത്ത് കുറേ ഇതാ ഇങ്ങനെ പിടിച്ച് പോകുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പിറകിലോട്ട് പോയിട്ട് വീഡിയോ എടുത്തത്? വീഡിയോ എടുക്കുന്നതിൽ തന്നെ നിങ്ങൾക്ക് നടക്കിടില്ലേ? മണ്ടന്മാരെ, തിരുമണ്ടന്മാരെന്ന് ഞാൻ നിങ്ങളെ വിളിക്കുള്ളൂ. നല്ല ആൾക്കാരെ അല്ല കേട്ടോ, നല്ല ആൾക്കാരെ എന്നല്ല. ഇതുപോലുള്ള പൊട്ട മണ്ടക്കാരെ അല്ലെങ്കിൽ പിറകെ പോകുന്ന ആൾക്കാരെ ഞാൻ തിരുമണ്ടന്മാരെന്ന് തന്നെ വിളിക്കുള്ളൂ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പോകുന്നതെന്നും കൂടെ നിങ്ങൾ പറ. നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഈ കാര്യം എന്താണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് അറിയാതെ കമൻറ്റ് ചെയ്യും. എന്തിനാണ് നിങ്ങൾ അങ്ങനെ പിന്നാലെ പോകേണ്ട ആവശ്യം? ഏതെങ്കിലും ഒരു, ഞാൻ പറയുന്നു, എന്തെങ്കിലും ഒരു പദവിയുള്ള ആളാണോ? ടീച്ചർമാരോ അല്ലെങ്കിൽ മാഷന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ജോലി പോട്ടെ. അവരിപ്പോൾ നമ്മുടെ നാട്ടിൽ സ്ലീപ്പർമാർ, അതായത് മുനിസിപ്പാലിറ്റിക്ക് നമ്മൾ അടിച്ചു വരുന്ന സ്ലീപ്പർമാർ പോലും ചെയ്യുന്നത് നമ്മുടെ പ്രകൃതിക്ക് ഉപകാരമാണ്. എന്താണ്? അവർ നമ്മുടെ നാട് ശുചീകരിക്കുകയും ചെയ്തു. അപ്പം അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കണ്ട. അവരായാൽ പോലും നമ്മൾ അവർക്ക് ബിഗ് സല്യൂട്ട് കൊടുക്കണം. എടാ, അവരെയൊക്കെ ഉൾപ്പെടുത്താൻ നോക്ക്. അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും കൃഷി ചെയ്ത് നിൻ്റെയൊക്കെ അണ്ണാക്കിലോട്ട് അന്നം തരുന്ന കൃഷിക്കാരെ ഇൻ്റർവ്യൂ എടുക്കാൻ നോക്ക്. ഇതുപോലെ കണ്ടവനെ അടിച്ചവനെയും അല്ലെങ്കിൽ ഇതുപോലെ തെറി കമൻറ്റ് വിളിക്കുന്നവൻ്റെ ഒന്നും പിന്നാലെ പോകല്ല മോനെ. അവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ നാടിനെ നാടാക്കി മാറ്റിയ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ പോലുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ എടുക്കാൻ നോക്കാം ആദ്യം. ഇതിൻ്റെയൊക്കെ കാര്യം അബദ്ധം തന്നെ. ഏതായാലും നിങ്ങൾ ഇങ്ങനെ പിടിച്ച് പോകുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യും മോനെ. ഇവിടെ കമൻറ്റ് ചെയ്യും. നമുക്ക് അറിയായിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തിനു പോകണമെന്നുള്ളത് കേട്ടോ. നമ്മുടെ തൊണ്ടയിലെ വെള്ളം പറ്റുന്നേ ഉള്ളൂ. ഇതിനെക്കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നിങ്ങൾക്കും വീട്ടിൽ കുട്ടികളുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മാക്സിമം ആൾക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവരെ പോലുള്ള ആൾക്കാരുടെ ചാനൽ മാക്സിമം അടിച്ച് പൂട്ടിയേക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ എന്ത് കമൻ്റ് ആയിരുന്നു, എൻ്റെ കമൻറ്റ് ബോക്സൊന്നും ഞാൻ ഓഫാക്കാറില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് പറയാം എൻ്റെ കമൻറ്റ് ബോക്സിൽ. ഞാൻ പറഞ്ഞത് മാന്യമായിട്ടാണ്, ഞാൻ പറഞ്ഞത് പോസിറ്റീവ് ആണെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് എനിക്കും വളരെ വിലപ്പെട്ടതാണ്. താങ്ക് യു.